ലോക സാഹചര്യങ്ങളിലെ ആ സങ്കീർണതയാണ് പാർവതി സൂചിപ്പിക്കുന്നത്. അതായത് ഇറാന്റെ പ്രത്യാക്രമണം പല അറേബ്യൻ രാജ്യങ്ങളിലേക്കും നീങ്ങുകയാണ്. യഥാർത്ഥത്തിൽ ടെഹ്റാനും US-നും ഇടയിൽ, വാഷിംഗ്ടണിനും ഇടയിൽ മധ്യവർത്തികളായി നിന്നിരുന്ന ചില അറബ് രാജ്യങ്ങൾക്ക് നേരെയും ഇപ്പോൾ ഇറാന്റെ ചില സൈനിക നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കലുഷിതമായ സാഹചര്യങ്ങളിലൂടെ ഇത് കടന്നു പോകുന്നു എന്നതാണ്. എന്തായാലും ഇപ്പോൾ നടക്കുന്നത് ഒരു ചെറിയ യുദ്ധം മാത്രമാണ്. കടുത്ത യുദ്ധത്തിലേക്ക് കടക്കുമെന്ന സൂചന പങ്കുവയ്ക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് എന്നതാണ് സാഹചര്യം. എന്താണ് ഈ മേഖലയിലെ സൈനിക നീക്കങ്ങൾ, അതുണ്ടാക്കുന്ന സാഹചര്യം എന്ത്? നമുക്കത് വിശദമായി തന്നെ നോക്കാം. ഈ ഗ്രാഫിക്സ് റൂട്ടിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് സാഹചര്യങ്ങൾ വ്യക്തമാകും. അതായത് ഇപ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷം നടക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. ഗൂഗിൾ മാപ്പിൽ പറയുന്ന ഇറാൻ്റെ ഭൂവിഭാഗങ്ങൾ ഈ പറയുന്ന മേഖലകളാണ്. ഇതാണ് തന്ത്രപ്രധാനമായ ടെഹ്റാനും ഇറാൻ്റെ തന്ത്രപ്രധാന മേഖലകളും ഉൾപ്പെടുന്ന പ്രദേശം. അതിന് തൊട്ട് എതിർവശത്തേക്ക് വരുമ്പോഴാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്ന പല സൈനിക നീക്കങ്ങളും ബാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം. ഇതാണ് കുവൈറ്റ്. ഈ കുവൈറ്റിലേക്കാണ് ഇറാനിൽ നിന്നും US-ൻ്റെ എംബസി ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള സൈനിക നീക്കം. മിസൈലുകളും ഡ്രോണുകളും ഇറാൻ തൊടുത്തുവിട്ട സ്ഥലങ്ങൾ. തൊട്ടിപ്പുറേ സൗദിയിലേക്ക് വരൂ. സൗദിയിലേക്ക് വരുമ്പോൾ സൗദി അറേബ്യയുടെ ഭാഗമാണ് ഇവിടെ. സൗദിയിലെ റിയാദാണ് തലസ്ഥാനം. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെയും സൈനിക നീക്കം നടത്തുന്നു ഇറാൻ. ഇവിടെ നിന്നും ഇറാൻ്റെ സൈനിക നീക്കങ്ങൾ ഇവിടേക്കുണ്ടാകുന്നു. ബഹ്റിൻ, തൊട്ട് മുമ്പ് ബഹ്റിനിലേക്ക് സൈനിക നീക്കം ഉണ്ടായി എന്ന കാര്യം ഇറാൻ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. വലിയ നാശനഷ്ടങ്ങൾ ആ മേഖലയിൽ ഉണ്ടായിട്ടുമുണ്ട്. US ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഖത്തർ, മലയാളികൾ ഏറ്റവും അധികം താമസിക്കുന്ന ഇടമാണ് ഖത്തർ. നമുക്കറിയാം, ഇന്നലെ അടക്കം നമ്മളുമായി സംവദിച്ച പലരും, വിദേശങ്ങളിൽ നിന്ന് സംസാരിച്ച പലരും ഖത്തറിലെ ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. പൊതുവിൽ സുരക്ഷിതമെന്ന് കരുതപ്പെട്ട ഇടമാണ്. പക്ഷേ അവർക്ക് മുമ്പും ഇറാനിൽ നിന്നുള്ള ചില പ്രത്യാക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ്, ഖത്തറിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് സാധാരണ ഇത്തരമൊരു സൈനിക നീക്കം ഉണ്ടാവാറുള്ളതെങ്കിലും ഇത്തവണ അവിടുത്തെ സാധാരണ ജനങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഖത്തറും വലിയ ആശങ്കയാണ്. തന്ത്രപ്രധാനമായ സ്ഥലമാണ്. ഏറ്റവും വേഗത്തിൽ സൈനിക നീക്കം ഇറാനിൽ നിന്നും നടക്കാൻ സാധ്യതയുള്ള ഇടം എന്ന പ്രത്യേകതയുണ്ട്. ഇതാണ് UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നറിയപ്പെടുന്ന UAE. ഇതാണ് മലയാളികൾ കൂട്ടത്തോടെ താമസിക്കുന്ന ഒരു ഇടമാണ്. നമുക്കറിയാം, ഇവിടെ ഈ മേഖലകളിലേക്കും ഉണ്ടാകുന്ന സൈനിക നീക്കവും ഡ്രോണുകളുടെ സാന്നിധ്യവുമൊക്കെ ജനങ്ങൾക്ക്, അവിടുത്തെ സാധാരണ ജനങ്ങൾക്കുണ്ടാക്കുന്ന ആശങ്ക ഒട്ടും ചെറുതല്ല. ദുബായ് നമുക്കറിയാം, ഒപ്പം മസ്കറ്റ്, ഈ മേഖലകളിലൊക്കെ ഒമാൻ ഇതിനിടയിൽ നമുക്ക് പരാമർശിച്ചു പോവേണ്ട ഒരു പേര് ഒമാൻ്റേതാണ്. കാരണം ഒമാൻ ഇരു രാജ്യങ്ങൾക്കിടയിലും, അതായത് അമേരിക്കയ്ക്കും ഇറാനും ഇടയിലുണ്ടായ സംഘർഷ രംഗങ്ങളിൽ ഇതുവരെ ഒരു മധ്യസ്ഥ ശ്രമം നടത്തി മുന്നോട്ട് പോയ രാജ്യമാണ്. പക്ഷേ അവർക്ക് നേരെയും സൈനിക നീക്കം ഉണ്ടായി എന്നതാണ്. അപ്പോൾ ഇറാൻ ഈ സൈനിക നീക്കത്തോടെ ആ മേഖലയിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുന്നോ എന്ന സാഹചര്യമാണ് ഇപ്പോഴുണ്ടാകുന്നത് എന്നതാണ് അവസ്ഥ. ഇതിൽ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു നീക്കം, ഈ സൈനിക നീക്കത്തിനപ്പുറം ഉണ്ടാകാൻ സാധ്യത, നേരത്തെ പാർവതി പരാമർശിച്ചു പോയതുപോലെ നമുക്കറിയാം, ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമത്തെ ആകെ തന്നെ ബാധിക്കുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാവുകയാണ്. അത് മറ്റൊന്നുമല്ല, ഈ ഹോർമിസ് കടലിടുക്കമാണ്. ഏറ്റവും തന്ത്രപ്രധാനമായ ഈ ഹോർമിസ് കടലിടുക്ക് ഉണ്ടാക്കുന്ന സവിശേഷമായ സാഹചര്യം ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ നമുക്ക് പരാമർശിക്കപ്പെടാതെ പോവാതിരിക്കാൻ വയ്യ. കാരണം കേരളം, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ അത് ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. ലോകരാജ്യങ്ങളെ പൊതുവിലുമുണ്ട്. അതായത് ലോകത്തെ എണ്ണക്കച്ചവടത്തിൻ്റെ 1/5 നടക്കുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ രാജ്യങ്ങളെല്ലാം, ഈ അറബ് രാജ്യങ്ങളെല്ലാം ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളാണ്. അവർ ഉൽപ്പാദിക്കപ്പെടുന്ന എണ്ണ കൊണ്ടുപോവേണ്ടത് ഈ ഒറ്റ കപ്പൽച്ചാൽ വഴി മാത്രമാണ്. അതായത് അറേബ്യൻ സീ, ഇതിലേക്ക് ഇങ്ങനെ കടന്ന് കയറിക്കിടക്കുന്ന ആ തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ ഏറെ പ്രത്യേകതയുള്ള ഇടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ ഇവിടേക്ക് വരുമ്പോൾ ഈ ഹോർമുസ് കടലുകൾക്ക് താണ്ടി വേണം വീണ്ടും അറബിക്കടലിലേക്ക്, അതിൻ്റെ വിശാലതയിലേക്ക് കടന്ന് യൂറോപ്യൻ കൺട്രീസിലേക്കും ഇന്ത്യ, ഏഷ്യ അടക്കമുള്ള മറ്റു രാജ്യ മേഖലകളിലേക്കുമൊക്കെ അവരുടെ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ. അപ്പോൾ ഏറ്റവും തന്ത്രപ്രധാനമായ ഈ ഹോർമുസ് കടലിടുക്ക് ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അതിതന്ത്രപ്രധാനമായി മാറുന്നു എന്നതാണ് സാഹചര്യം. നേരത്തെ പാർവതിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ അതിലൂടെയുള്ള കപ്പലുകൾക്ക് ഇപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കപ്പൽച്ചാലുകൾ നിശ്ചലമാക്കപ്പെടുന്നു. കാരണം ഈ തന്ത്രപ്രധാനമായ മേഖല പൂർണ്ണമായും ഇറാൻ്റെ കൈവശമാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ സ്വാധീനം ഈ മേഖലയിൽ വളരെ പ്രകടമാണ്. യുദ്ധത്തിൻ്റെ ആദ്യ നാളുകൾ തന്നെ ഈ ഹോർമുസ് കടലിടുക്ക് വഴി ഇനി ഒരു കപ്പലുകളും കടത്തിവിടാൻ അനുവദിക്കില്ല എന്ന നിലപാട് ഇറാൻ സ്വീകരിച്ചതാണ്. സ്വാഭാവികമായും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുന്നു എന്നതാണ്. ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. യൂറോപ്പിലെ
ഗ്യാസ് വില 50% വർദ്ധിച്ചിരിക്കുന്നത്. മറ്റൊന്നുമല്ല കാരണം ഈ ഒന്ന് ഹോർമിസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം നിരോധിക്കപ്പെടുന്നു, അത് നിലച്ചു പോകുന്നു. രണ്ടാമത്തെ കാരണം അറബ് രാജ്യങ്ങളുടെ തന്ത്രപ്രധാനമായ റിഫൈനറീസ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇറാന്റെ സൈനിക നീക്കം നടന്നിട്ടുണ്ട്. അവർക്കറിയാം ഇറാനെ നേരിട്ട് ആക്രമിക്കുന്നതല്ല, മറിച്ച് ജനങ്ങൾക്ക് നാശനഷ്ടമുണ്ടാക്കുന്നതിനും അപ്പുറം റിഫൈനറികൾക്ക് നാശനഷ്ടമുണ്ടാക്കിയാൽ അത് ലോകക്രമത്തെ തന്നെ ബാധിക്കും, ലോകത്തിൻ്റെ സാമ്പത്തിക അവസ്ഥകളെ തന്നെ ബാധിക്കുമെന്ന തിരിച്ചറിവിലാണ് ഇറാൻ്റെ ഈ സൈനിക നീക്കമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നലെ നമ്മൾ കണ്ടതാണ് തന്ത്രപ്രധാനമായ ചില രാജ്യങ്ങളിലെ റിഫൈനറികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ നീക്കങ്ങൾ. പല റിഫൈനറികൾക്ക് നേരെ ഉണ്ടാകുന്ന മിസൈൽ ആക്രമണത്തെ പലപ്പോഴും പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കൂടിയും ആ പ്രതിരോധിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ തീയും പുകയിലും പെട്ട് റിഫൈനറികൾക്ക് തീ പിടിക്കുന്നു. താൽക്കാലികമായെങ്കിലും അത് അടച്ചിടേണ്ട അവസ്ഥയിലേക്ക് അത് സാഹചര്യങ്ങൾ മാറ്റുന്നു എന്നതാണ്. ഇതോടുകൂടി അവിടെ നിന്നുള്ള എണ്ണ ഉൽപ്പാദനം നിലയ്ക്കുന്നു. സ്വാഭാവികമാണ്, അത് രാജ്യങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കും. ഏത് രാജ്യങ്ങളെയാണ് പ്രതിസന്ധിയിലാക്കുക? അത് യൂറോപ്യൻ രാജ്യങ്ങളെയാണ് ഏറ്റവും ഗുരുതരമായ അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുക. ലോകത്തെ ഏറ്റവും ശക്തമായ എണ്ണ ഉൽപ്പാദക അല്ലെങ്കിൽ എണ്ണ പ്രകൃതിവാതക ഉൽപ്പാദക ഉപഭോഗ രാജ്യങ്ങൾ യൂറോപ്പാണ്. ആ അമേരിക്ക, യൂറോപ്പ് അടക്കമുള്ള ഇടങ്ങളെ അതിഗുരുതരമായി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ഇന്നലെ മാത്രം ലോകത്തെ പ്രകൃതിവാതക ഇന്ധനത്തിൻ്റെ വില 50% വർദ്ധിച്ചു എന്ന ഗുരുതരമായ സാഹചര്യമാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ഇതെങ്ങനെ ബാധിക്കുമെന്നതും നിർണായകമാണ്. നമുക്കൊന്ന് പരിശോധിക്കാം അതെങ്ങനെ ബാധിക്കുമെന്നത്. നോക്കൂ, ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ് കഴിഞ്ഞ 2 മാസങ്ങൾ, അതായത് ഈ പുതുവർഷം 2026 പിറന്നതിന് ശേഷമുള്ള ജനുവരി, ഫെബ്രുവരി മാസങ്ങളുടെ കണക്കെടുക്കുമ്പോൾ 50% പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഇന്ത്യയിലേക്ക് കടന്നു വന്നത് ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. സ്വാഭാവികമാണ്, ഇനി അത് തടസ്സപ്പെട്ടാൽ അത് ഇന്ത്യയെ ഏറ്റവും ഗുരുതരമായി ബാധിക്കുമെന്ന അവസ്ഥയിലേക്ക് തന്നെ സാഹചര്യം പോകും. അപ്പോൾ നമുക്കതുണ്ടാക്കുന്ന സാമ്പത്തിക പ്രത്യാഘാതം ഒട്ടും ചെറുതല്ല എന്നതാണ് സാഹചര്യം. അതിൻ്റെ അർത്ഥം പശ്ചിമേഷ്യയിൽ സമാധാനമുണ്ടായില്ലെങ്കിൽ നമ്മുടെ രാജ്യമടക്കം നേരിടാൻ പോകുന്ന വെല്ലുവിളി അതിഗുരുതരമാണ്. അത് സൈനിക നീക്കത്തിൻ്റെ നേരിട്ടുള്ള അവസ്ഥകളല്ല, മറിച്ച് സാമ്പത്തിക അവസ്ഥകൾ നമ്മളെ ഗുരുതരമായി ബാധിക്കുമെന്ന അവസ്ഥ കൂടിയുണ്ട്. മറ്റൊരു കാര്യം കൂടി പരാമർശിച്ച് പോകാം. ഇറാൻ എന്ന രാജ്യം അസ്ഥിരപ്പെടുമ്പോൾ ഇന്ത്യക്കുണ്ടാവുന്ന ആശങ്ക മറ്റൊരു തരത്തിൽ കൂടിയാണ്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കയറ്റുമതി നടക്കുന്ന രാജ്യങ്ങളൊന്ന് ഇറാനാണ്. അതായത് രാജ്യത്ത് ഉൽപ്പാദിക്കപ്പെടുന്ന 30%-ലധികം ബസുമതി അരിയുടെയും കയറ്റുമതി നടക്കുന്നത് ഇറാനിലേക്കായിരുന്നു. ഇറാനിലെ ഈ സാഹചര്യം സ്വാഭാവികമായും എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രവർത്തനങ്ങളെ സ്വാഭാവികമായും ബാധിക്കും. അതോടുകൂടി നമ്മുടെ കയറ്റുമതിയെയും നമ്മുടെ വിപണിയെയും നമ്മുടെ സാമ്പത്തിക അവസ്ഥകളെയും അത് ബാധിക്കുമെന്ന അവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ ഏറ്റവും തന്ത്രപ്രധാനമായ ഇടം അത് സാധ്യതയാക്കി ആയുധമാക്കി സൈനിക നീക്കത്തിന് പുറമെ ഇറാൻ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു പ്രത്യേകതയായി ഇത് മാറുന്നത് എന്നതാണ് സാഹചര്യം. ഈ ഹോർമുസ് മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഇറാൻ നടത്തിയാൽ ഞങ്ങൾ കൂടുതൽ സൈനിക ശേഷി നടത്തും എന്നതായിരുന്നു പ്രഖ്യാപനം. പക്ഷേ അത് യുദ്ധ നീക്കങ്ങൾ തന്നെയായി മാറിക്കഴിഞ്ഞു. യുദ്ധം വന്നു കഴിഞ്ഞു. എപ്പോൾ ഇത് സ്വാഭാവികമായും തന്ത്രപ്രധാനമായ ഇടമാണ്. എന്തുകൊണ്ടാണ് ഈ ഹോർമുസ് മേഖലയിൽ ഇറാൻ ഇത്ര കണ്ട സ്വാധീനമുണ്ടാകുന്നത് എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. എന്തുകൊണ്ടാണ്? നോക്കൂ, ഈ ഇവിടം മുതൽ ആരംഭിക്കുന്ന ഈ പൂർണ്ണമായ മേഖല പൂർണ്ണമായും ഇറാൻ്റെ കൈവശമാണ്. അതിൻ്റെ എതിർവശം പൂർണ്ണമായും മറ്റ് അറബ് രാജ്യങ്ങൾ ഉണ്ട്. വ്യത്യസ്തമായ അറബ് രാജ്യങ്ങളാണ് അവിടെയുള്ളത്. ഈ മേഖല പൂർണ്ണമായും ഇറാൻ്റെ നിയന്ത്രണത്തിലാണ് എന്നതാണ് ഇറാൻ ഈ മേഖലയിൽ ഏറ്റവും അധികം സ്വാധീനമുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിനുമപ്പുറം ഈ ഹോർമുസ് കടലെടുക്കുന്ന തന്ത്രപ്രധാനമായ ഇടത്തേക്ക് വരുമ്പോൾ സാഹചര്യം ഒന്നുകൂടി വ്യത്യസ്തമാകുന്നു എന്നത് അവസ്ഥ കൂടി നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. നോക്കൂ, ഈ കടലിൽ കടന്നു പോകുന്നു. അറേബ്യൻ രാജ്യങ്ങളിലൂടെ കടന്നു വരുന്ന കപ്പലുകൾക്ക് ഈ കടലിടുക്ക് താണ്ടി വേണം അറബിക്കടലിലേക്ക് പോവുക. നോക്കൂ, അറബിക്കടൽ എന്ന് പറയുമ്പോൾ ഗൾഫ് ഓഫ് ഒമാൻ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഈ സൈഡിലാണ് വരാൻ പോകുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് വരണമെങ്കിൽ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ഭാഗങ്ങൾ, ഗുജറാത്ത് അടക്കമുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് കപ്പലുകൾ കടന്നു വരും. ഏറ്റവും മുംബൈയായി അതിന് താഴേക്ക് പോകുമ്പോൾ ഇന്ത്യ അടക്കമുള്ള കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന അവസ്ഥ വരും. നോക്കൂ, ഇതിൻ്റെ അവസ്ഥയാണ്, നമ്മളെ നേരിട്ട് ബാധിക്കുന്ന അവസ്ഥയാണ്. ഹോർമുസ് കടലിടുക്ക് ഇവിടെയാണ് കാണുന്നത്. ഇന്ത്യയുടെ ഭാഗങ്ങൾ ഇവിടെയാണ്. അതേസമയം താഴെ ഭാഗങ്ങളിൽ അറബിക്കടലിൽ ചുറ്റി വളഞ്ഞത് അമേരിക്ക അടക്കമുള്ള യൂറോപ്പ് അടക്കമുള്ള സാഹചര്യങ്ങളിലേക്കും കപ്പലുകൾക്ക് കടന്നു പോകേണ്ടതുണ്ട്. അപ്പോൾ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു ഇടമായി മാറുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് എന്ന പ്രത്യേകതയുണ്ട്. നോക്കുക,
ഈ കടലിടുക്കിലൂടെ കടന്നു വരുന്ന ഏകദേശം 33നും 50 കിലോമീറ്ററിനും ഇടയിൽ വരുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ ആ പ്രദേശം അതിതന്ത്രപ്രധാനമാണ് ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമം നിശ്ചയിക്കുന്നതിൽ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഇറാൻ ആയുധമാക്കുന്നതും സൈനിക ശേഷിക്കപ്പുറം ഇറാന് പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട സാധ്യത കൂടിയായി ഇത് മാറുന്നു എന്ന പ്രത്യേകതയാണ്. ഈ മേഖലയിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക, നിരോധനം ഏർപ്പെടുത്തുക എന്ന തന്ത്രത്തിലേക്ക് ഇറാൻ കടന്നിരിക്കുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, പശ്ചിമേഷ്യയിൽ സമാധാനമുണ്ടായില്ലെങ്കിൽ അത് ലോകക്രമങ്ങളെ ആകെ തന്നെ ബാധിക്കും, സാമ്പത്തിക അവസ്ഥകളെ തരിപ്പണമാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ 4ാം ദിവസം വെല്ലുവിളിച്ചു മുന്നേറുന്ന ഈ ലോകരാജ്യങ്ങൾ സമാധാന ശ്രമങ്ങൾക്ക് ഇനിയെങ്കിലും മുന്നിട്ടിറങ്ങണം എന്നതാണ് അവസ്ഥ. അതല്ലെങ്കിൽ അത് നേരിട്ടല്ലാതെയും വിവിധ ലോകരാജ്യങ്ങളെ ഗുരുതരമായി ബാധിക്കുമെന്ന അവസ്ഥ നമുക്ക് കാണാതിരുന്നു. ഒരു ചെറിയ ഇടവേളയാണ്, മടങ്ങി വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.